നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ഒരു യാത്ര കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ആനവണ്ടി കയറി എങ്ങോട്ടേക്കാണെന്നറിയാമോ? ചേട്ടാ, 2 കൊച്ചി. ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അഭിനയിക്കാനെന്നുള്ള അവസരം എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രതീക്ഷകളൊന്നുമില്ല. തലേ ദിവസം രാത്രി 10 മണിക്ക് വന്നൊരു ഫോൺ കോൾ, രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തണം. അങ്ങനെ രാവിലെ തന്നെ ഉറങ്ങാതിരുന്ന് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടായിരിക്കണം, ഉറക്കം വരാതൊക്കെ ഇരുന്ന് അങ്ങനെ നേരം വെളുപ്പിച്ച് രാവിലെ നമ്മൾ യാത്ര തുടർന്നിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. അങ്ങനെ ഞാനും അനിയേട്ടനും കൂടെ കൊച്ചിയിലേക്ക് സിനിമാ ലോകത്തേക്കുള്ള യാത്രയിലാണ്. 3-4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ റോഡിൽ കുണ്ടിലും കുഴിയിലും ഒക്കെ വീണ് ഇളകി മറിഞ്ഞ് വൈറ്റില ഹബ്ബിലെത്തി അടുത്തടുത്ത ബസ്സിലേക്ക് കയറുകയാണ്. കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. വെല്ലിംഗ്ടൺ ഐലൻഡ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താനാകുമ്പോൾ തന്നെ ഒരു തമിഴ്നാടെത്തിയ പ്രതീതി പോലൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ഓട്ടോയിൽ വീണ്ടും ഐലൻഡിലേക്കകത്ത് ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും ആളുകളൊക്കെ രാവിലെ എത്തുമോ എന്നുള്ളതാണ്. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിരാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ടെക്നീഷ്യൻസും ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി വാഫിലാണ് നമ്മുടെ ഈ സൈറ്റിൽ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിന് ഇവിടെ എത്തിയിരിക്കുക. ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ മെയിൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സുരാജേട്ടനാണ്. ഈ സിനിമയുടെ പേര് ED എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് ചെറിയൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അവിടുന്ന് ഒരു കട്ടനും കുടിച്ചുകൊണ്ട് നമ്മൾ ഈ സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ ബസ്സിലോ അല്ലെങ്കിൽ യാത്രകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്നതിനപ്പുറം ഒരു സിനിമാ ഷൂട്ടിങ്ങിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് ആ ഒരു ആകാംക്ഷയിലായിരുന്നു ഞാൻ. അങ്ങനെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പല സിനിമകളിലും ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്ത ഫീനിക്സ് പ്രഭുവണ്ണനെ കാണാനും പരിചയപ്പെടാനും ഒരു അവസരമുണ്ടായത്. എவ்வளோ நாளா ஃபிலிமில் ஒர்க் பண்ணுறேன்? வணக்கம். நான் 20 இயர்ஸாக ஒர்க் பண்ணிட்டுருக்கிறேன். இப்போ ஃபைட் மாஸ்டராக ஒரு 5 இயர்ஸாக ஒர்க் பண்ணிட்டு இருக்கேன். எந்தெந்த மலையாளம் ஃபிலிமில் ஒர்க் பண்ணுறதுங்க? அது எனக்கு ஃபர்ஸ்ட் மூவி துறைமுகம். அதுக்கப்புறம் பின்ன ஆப்ரேஷன் ஜாவா, காலா, பிரம்மம் அப்படின்னு சொல்லி ஒருபாடு மூவிகள் செய்துக்கிட்டு இருக்கு. இப்போ லாஸ்ட்டாக செய்தது டர்போ, மம்முக்கா சாருடைய ஃபிலிம். மம்முக்கா சாருடைய ஃபிலிம் டர்போ வேணும். ടർബോയുടെ ഫൈറ്റ് മാസ്റ്റർ. യെസ്, ടർബോ ജോസ്. அந்த മൂവിയുടെ ഫൈറ്റ് മാസ്റ്റർ ഞാനാണ്. അപ്പോൾ നമ്മുടെ ടർബോ മൂവിയുടെ വരെ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള മനുഷ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത്. തമിഴ്നാടാണല്ലേ സ്ഥലം? യെസ്, തമിഴ്നാട്ടില് ചെന്നൈയാണ്. ചെന്നൈ. യെസ്, പ്ലേസ്. இன்னைக்கு என்ன படம் ஓடுறீங்க? இப்போ ஒர்க் பண்ணிட்டு இருக்கிறது நம்ம மூவி பேர் என்ன கரெக்டாக தெரியல எனக்கு. ஏன்னா ஃபர்ஸ்ட் டே ஷூட்டு ஒர்க்குக்கு வந்திருக்குது நம்மளுக்கு. சுராஜ் ஜேட்டனுடைய மூவி. சுராஜ் ஜேட்டனா மூவிக்கு ஸ்டார்? எஸ், ஸ்டார் ஆகணும். அவரோட மூவியில் ஒர்க் பண்ணிக்கிட்டு இருக்குது. இன்னும் ஆக்சிடென்ட் சீக்வன்ஸ் எடுத்துக்கொண்டு இருக்குது நம்மளுடைய ஐலாண்டில். ரொம்ப ஹாப்பியாக ஃபீல் பண்ணுறேன் நம்மளோட இண்டஸ்ட்ரியில் ஒர்க் பண்ணுறதுக்கு. ஐ எம் வெரி ஹாப்பி. தேங்க்யூ. மலையாள இண்டஸ்ட்ரி? யா, சூப்பர், குட், நைஸ். பர்சன் எல்லாருமே அடிபொலியான ஒரு ஃப்ரெண்ட்லி ஆகிட்டு இவட ட்ரீட் பண்ணது ரொம்ப ஹாப்பியாக ஃபீல் பண்ணி ஒர்க் பண்ணிட்டு இருக்கிறேன். ரொம்ப ஹாப்பியாக இருக்குது. தேங்க்யூ. ஓகே, தேங்க்யூ. അപ്പോൾ നമ്മുടെ പ്രഭുവണ്ണം പറഞ്ഞതുപോലെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പലരും വിചാരിക്കുന്നുണ്ടാകും ഇതൊരു എഡിറ്റിംഗ് ആയിരിക്കാം, VFX എഫക്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമല്ല. ഒരുപാട് പേരുടെ ഒരു എഫേർട്ടാണ് നമുക്ക് അത്ര നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൽ കിട്ടുന്നത്. അത് നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വിളി, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോഴേ നേരെ കയറി ക്യൂവിൽ കയറി പ്ലേറ്റിംഗ് നീട്ടി. അപ്പോൾ ദോശയും പുട്ടും കടലക്കറിയും ഏത്തക്ക പുഴുങ്ങിയതും അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് അവിടുന്ന് കിട്ടിയത്. അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും കഴിക്കാത്തതിൻ്റെ അത്ര വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി ഫുഡ് കഴിച്ച് വീണ്ടും തട്ടകത്തിലേക്ക് ഇറങ്ങി. ഇതും പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് തോളിൽ തട്ടിട്ട് ഇങ്ങ് വന്ന ചേട്ടൻ ഒരു കാര്യം പറയട്ടെ എന്ന്. കൂടെ ചെന്നപ്പോൾ ചേട്ടൻ പറയാം, അത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഇരിക്കാനുള്ള കസേരയാണ് ചേട്ടാ, അവിടെ കയറി ഇരിക്കല്ലേ എന്ന്. പതുക്കെ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ഈ സിനിമയുടെ നായകനും പ്രൊഡ്യൂസറും ഒക്കെ ആയ സുരാജേട്ടൻ എത്തുന്നത്. സുരാജേട്ടനോട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ആകാംക്ഷ അങ്ങനെ കൂടി. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിന്നൊരു വിളി, തന്നോടാ പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുവാ. പിന്നെ പറയാനുണ്ടോ പരവേഷവും ടെൻഷനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഈ വെള്ളയും നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയ ഫിലിമിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ഒരു പൊളിറ്റിക്കൽ ഇമേജ് ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ നമുക്ക് എത്ര കണ്ട് നമ്മുടെ ഒരു മുഖമൊക്കെ സിനിമയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നോക്കാം, ഇനി അങ്ങോട്ടുള്ള ഈ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലൈമാക്സ് സീക്വൻസിൻ്റെ ഒരു സീനിലെ 3 ഷോട്ടിലായിട്ടാണ് നമ്മളുള്ളത്. ആദ്യ ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലഞ്ച് ബ്രേക്ക് ആയി. അങ്ങനെ നമ്മൾ ചോറ് സാമ്പാറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് ഇറങ്ങി. സിനിമയുടെ ചില രഹസ്യ സ്വഭാവമുള്ള ഭാഗമായിരുന്നു ഷൂട്ട് ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും കാണണം. ഈ സിനിമയിൽ അവസാനത്തെ കുറച്ച് ഭാഗത്താണ് ഞാനും ഉള്ളത്. അടുത്ത വലിയ വന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു? പള്ളിയാണോ? നിന്നെ പറ, ഫസ്റ്റ് ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാം, ഇനിയും വരുമോ? ഇനി വരുമോ, വിളിക്കാൻ വരും. വരണമെന്ന് ആഗ്രഹം ഇല്ലയോ? പേരെങ്ങനാ? ആദിൽ. എന്റെ പേരെങ്ങനെ? ബെഞ്ചമിൻ. നമ്മുടെ ഇവിടുത്തെ ഒരു കോർഡിനേറ്റർ ആണ്, സലീം ബ്രോ ആണിത്. ബ്രോ എത്ര നാളുണ്ട് സിനിമാ ഫീൽഡിലൊക്കെ? ഒരു 5 വർഷത്തോളം ആകുമ്പോ. 5 വർഷത്തോളം അല്ലേ? അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഈ ഒരു ഫീൽഡ് എങ്ങനെയുണ്ട് ഇതിലോട്ട് വന്നിട്ട്? അടിപൊളിയാണോ? നമ്മളെ ഫീൽഡ് ഇതാണ് എന്ന് തിരിച്ചറിയാൻ ഒരു സമയം. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് വെച്ച് നോക്കുന്നവരല്ല, എഫേർട്ട് ഭയങ്കര തന്നെ അല്ലേ? നിങ്ങൾ കാണുന്നില്ല എത്ര വണ്ടികൾ എത്രയും ആക്കി നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് കാണുന്നില്ല. കാണുന്ന ആളുകൾക്ക് 2 മണിക്കൂർ ചിലപ്പോൾ നിസ്സാരമായിട്ട് ഇതെന്താ പടം, ആളുമ്പോ പടം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോവാം. പക്ഷെ അതിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ല, അത് അവരത് തൊഴിലാണ്. ഈ ബുദ്ധിമുട്ടുന്നതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും നമുക്ക് പൈസയല്ല, കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഒരു തൊഴിലല്ല അവരുടെ, അതൊരു ജീവിതമാണ് അവരുടെ. അതായത് വെച്ചാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പാഷൻ, ആ പാഷന് വേണ്ടി ചിലപ്പോൾ വർഷങ്ങളോളം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഊണ് ഉറക്കില്ലാതെ 2-3 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ പുറകിൽ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രീ പ്രൊഡക്ഷൻ അതായത് സിനിമ സെറ്റ് ചെയ്യുന്നത്, കാസ്റ്റിംഗ് ഉൾപ്പെടെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് അതിലേക്ക് എത്തുന്നത്, ഷൂട്ടിങ്ങിൽ എത്തുന്നത്. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, അതും കുറെ റിസ്ക് ആണ്. ഇങ്ങനെയാണ് അവസ്ഥ. അത് അവര് ആ ഒരു പാഷൻ അതാകുമ്പോൾ അത് പാഷൻ അത്രത്തോളം തലയിൽ കെട്ടുമ്പോൾ അത് റിസ്ക് ഇല്ലാതെ അവർ ജോലി ചെയ്ത് പോകുന്നു. റിസ്ക് തന്നെയാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയും ആളുകളെയൊക്കെ. അങ്ങനെ നമ്മുടെ ഡയറക്ടർ ആമീർ ഖാൻ സാറും പ്രഭു അണ്ണനും എല്ലാവരോടും താങ്ക്സ് പറഞ്ഞ് നമ്മുടെ സിനിമ പാക്കപ്പ് കൂടിയായിരുന്നു. പിന്നെ ശമ്പളത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്ന് എണ്ണവും കൊടുത്ത് ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭു അണ്ണന് കയ്യും കൊടുത്ത് നേരെ ഞങ്ങൾ ബോട്ട് ചെട്ടിക്ക് പോയി. അവിടെ 6 രൂപ ടിക്കറ്റിൽ ബോട്ടിൽ ടിക്കറ്റും എടുത്ത് ഈ കായലിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇനിയും ജീവിതയാത്രയിലെ പല അനുഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.